എന്തൊരു റിലേഷൻഷിപ്പിലാവട്ടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ല. ഒന്നുകിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രസ്റ്റ് അപ്പാടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്ലയൻസായിട്ട് കസ്റ്റമറായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഒരു എക്സ്പെൻസ് ഉണ്ടാക്കുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ട്രസ്റ്റ് ബിൽഡ് ആയാൽ, ഒരു കസ്റ്റമറായിട്ട് ക്ലയന്റ് ആയിട്ട് ട്രസ്റ്റ് ബിൽഡ് ആയാൽ അത് തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നേരെ മറിച്ച് ട്രസ്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പെൻസുമാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് ലോസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ക്ലയന്റ് ആയിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് പ്രോമിസസ് ഒക്കെ കീപ്പ് ചെയ്ത് അവരുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്ത് വാല്യൂസിനൊക്കെ റെസ്പെക്ട് ചെയ്താൽ അവിടെ ട്രസ്റ്റ് കൂടും. അങ്ങനെ വന്നാൽ നിങ്ങൾ സത്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. നേരെ മറിച്ച് കസ്റ്റമറുടെ കൺസേൺസ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുക, വളരെ ഓവർ പ്രോമിസ്ഡ് ആവുക, കാര്യങ്ങളിലൊക്കെ ഡിലേ ആക്കുക, അങ്ങനെയൊക്കെ വന്നാൽ യു ആർ ലിറ്ററലി മേക്കിംഗ് ആൻ എക്സ്പെൻസ്. അവിടെ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി, ഒരു ട്രസ്റ്റ് ഇഷ്യൂ വന്നു. സെയിൽസിലാവട്ടെ അല്ലെങ്കിൽ എന്തൊരു റിലേഷൻഷിപ്പിലാവട്ടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ല. ഒന്നുകിൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രസ്റ്റ് അപ്പാടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്.